എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ ഫ്രാങ്കി, ഇത് നോർമലി ബോംബെയിലൊക്കെ ഒരു സ്ട്രീറ്റ് ഫുഡ് പോലെ കിട്ടുന്നതാണ്. വെജിറ്റബിൾ ഫ്രാങ്കി, ചിക്കൻ ഫ്രാങ്കി, മട്ടൺ ഫ്രാങ്കി എല്ലാം. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഫ്രാങ്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ടുഡേ വി ഗോണ മേക്ക് വെജിറ്റബിൾ ഫ്രാങ്കി. ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. വെജിറ്റബിൾ ഫ്രാങ്കി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടതാണ് 1 കപ്പ് മൈദ, 1/4 കപ്പ് ഗോതമ്പ് പൊടി. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ദോശയുടെ പരുവത്തിന് മാവ് ഉണ്ടാക്കിയെടുക്കാം. ഈ വെജിറ്റബിൾ ഫ്രാങ്കിയുടെ റാപ്പ് നിങ്ങൾക്ക് 2 വിധത്തിലുണ്ടാക്കാം. ഒന്നല്ലെങ്കിൽ ഇതുവേണം ദോശയ്ക്ക് കുഴയ്ക്കും പോലെ കുഴച്ച് ദോശ ഉണ്ടാക്കി അത് റാപ്പായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ദോശ ഉണ്ടാക്കുന്നതിന് പകരം ഇതേ സെയിം ആട്ട ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പരുവത്തിൽ ചപ്പാത്തി ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി അത് നിങ്ങൾക്ക് റാപ്പായിട്ട് ഉപയോഗിക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ദോശ ഉണ്ടാക്കിയിട്ടാണ് റാപ്പായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് ദോശ ഉണ്ടാക്കാനുള്ള പരുവത്തിൽ ബാറ്റർ ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതിൻ്റെ ഫില്ലിങ്സിനായി ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിളാണ് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, കുറച്ച് ബീൻസ് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഇതിൻ്റെ മസാലയ്ക്കായിട്ട് 1 സവാള ഉള്ളി, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാൻ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടൊമാറ്റോ. ഇനി നമുക്ക് ഈ പാനിലോട്ട് മസാല വഴറ്റിയെടുക്കാനുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കുക. ഈ മസാല ആവശ്യത്തിന് വഴണ്ട് കിട്ടി. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടൊമാറ്റോ ഇട്ട് കൊടുത്ത് ഇനിയും വഴറ്റിയെടുക്കുക. നമ്മുടെ ടൊമാറ്റോയും സോഫ്റ്റായി കിട്ടി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത് 1 മിനിറ്റ് നേരം ചെറു തീയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായി സോഫ്റ്റായി കുക്കായി കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്നാൽ ഓവർ കുക്ക് ചെയ്യുകയും ചെയ്യരുത്. ഈ ക്യാരറ്റും ബീൻസും ഒരുവിധം സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും സോഫ്റ്റായി ഇനി നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഈ ക്യാബേജ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ ലോ ഫ്ലെയിമിൽ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ, അതായത് മാംഗോയുടെ പൊടിയാണ്, അതാണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇത് 1 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ കുക്കായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഈ വെജിറ്റബിൾ തണുക്കുമ്പോഴത്തേക്കും നമ്മൾ ദോശയ്ക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞോണം ദോശയ്ക്ക് പകരം നിങ്ങൾക്ക് ചപ്പാത്തിയും റാപ്പറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പാനിലോട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ബട്ടറും ഉപയോഗിക്കാവുന്നതാണ്.
ഇതിലേക്ക് ഇനി നമുക്ക് 1.5 തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി കനത്തിൽ ദോശ ചുട്ടെടുക്കരുത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിൻ്റെ മുകൾ വശം ഡ്രൈ ആയി കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിനി നമുക്ക് ഒന്നും കൂടെ മറിച്ചിടാം. ഇത് കണ്ടോ, ഇതിൻ്റെ 2 സൈഡും ബ്രൗൺ കളറൊക്കെ ആയി വന്ന് ഇത് കുക്കായിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പത്തുനിന്ന് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു 5-6 ഡ്രോപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള ഒരു സവാള ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കാം. കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതോണം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സും ദോശയും കൂടെ എടുത്ത് നമുക്ക് വെജിറ്റബിൾ ഫ്രാങ്കി ഉണ്ടാക്കാം. ഈ ദോശ ഒന്നുകൂടെ ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം, തണുത്ത് പോയെങ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ 2-3 ടീസ്പൂൺ വെജിറ്റബിൾ വെച്ച് കൊടുത്ത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ വിനീഗർ പുരട്ടി വെച്ചിരിക്കുന്ന ഉള്ളി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും വയ്ക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ആ ചീസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ചീസ് കുറച്ചും കൂടി ഹെൽത്തി ആയ കാരണം ഞാൻ ഒരു പീസ് ഇതിൽ നിന്നെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് നല്ല ടൈറ്റിൽ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി ഫ്രാങ്കിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വെജിറ്റബിൾ ഫ്രാങ്കി ഉണ്ടാക്കിയെടുത്തു. ഇത് നമുക്ക് ഈ പാച്ച്മെൻറ്റ് പേപ്പറിൽ വെച്ച് റാപ്പ് ചെയ്ത് കഴിക്കാം. ഇതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് മട്ടൺ ഫ്രാങ്കിയും ചിക്കൻ ഫ്രാങ്കിയും ഉണ്ടാക്കാവുന്നതാണ്. വെജിറ്റബിളിൻ്റെ കൂടെ നമ്മൾ മട്ടൺ അല്ലെങ്കിൽ ചിക്കൻ മിക്സ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. Our very tasty vegetable frankie is ready. If you like my video, please don't forget to subscribe my channel. Please like and comment. See you soon with another video. Until then, everyone take care and bye.